മെറ്റീരിയൽ ട്രാൻസാക്ഷൻ. ഈ ആൾക്കാരുടെ വാസ്തവം എങ്ങനെയാണ്? ചാകണ വരെ 10 ഇടുകൊല്ലൊക്കെ അവിടെ ജീവിക്കും. പക്ഷേ അവരുടെ ട്രാൻസാക്ഷൻ എന്താണ്? ദൈവമായിട്ടുള്ള ട്രാൻസാക്ഷൻ കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൗതിക ആനുകൂല്യങ്ങളും അനുഗ്രഹങ്ങളും നേടിയെടുക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനാ വ്യാപാരം എന്ന് പറയും. അത് ഒരുപക്ഷെ ഒരു ആദ്യകാലങ്ങളിലൊക്കെ ഓക്കെ ആകാം. പക്ഷെ നമ്മളങ്ങോട്ട് ദൈവത്തിലേക്ക് വരുന്തോറും അത് വർക്കൗട്ട് ചെയ്യത്തില്ല. വർക്കൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലെവലിൽ തന്നെയാണെങ്കിൽ നിൻ്റെ സ്റ്റാറ്റസും അങ്ങനെ തന്നെ ആയിരിക്കും. ബൈബിൾ എപ്പോഴും അഡ്രസ്സ് ചെയ്യണത് ഈ ബാഹ്യ മനുഷ്യനല്ല. ബാഹ്യ മനുഷ്യനാണ് മെറ്റീരിയൽ ബെനിഫിറ്റ്സ് ഒക്കെ വരണത്. ബൈബിൾ അഡ്രസ്സ് യേശുക്രിസ്തു നമുക്ക് നൽകിയത് നമ്മുടെ ആന്തരിക മനുഷ്യൻ ബലം പ്രാപിക്കാൻ വേണ്ടിയാണ്. ആന്തരിക മനുഷ്യൻ, അത് എഫേഷ്യൻസ്, അത് ആന്തരിക മനുഷ്യനെക്കുറിച്ച് നല്ല എഫേഷ്യൻസ് ആണ്. എഫേഷ്യൻസ് 3:16 എടുത്തേ. അവിടുത്തെ മഹത്വത്തിന്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം, കേട്ടോ, അവിടുത്തെ മഹത്വത്തിന്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് തന്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്നും നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്നും വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തലന്മാരൊക്കെ പ്രാർത്ഥിക്കണം അതിനു വേണ്ടിയാണ്. എന്തെങ്കിലും പറയണതറിയാമോ? ഞാൻ ഇടയ്ക്ക് ഇപ്പം വിചാരിക്കും, ഇപ്പം ഈശോ ഉണ്ടല്ലോ, ഈ ആന്തരിക മനുഷ്യൻ ശക്തി പ്രാപിച്ച ഏറ്റവും നല്ല മാതൃകാ രൂപമാണ് ഈശോ എന്ന് പറയുന്നത്. അത് ഇപ്പം ഈശോ എന്താ പറഞ്ഞത്? നിങ്ങൾ സർപ്പങ്ങളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെ മേൽ ചവിട്ടി നടക്കാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകുന്നു നിലപറയണത്. 10:19 ലൂക്കായി. ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. അതായത് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾക്ക് ഈ ആന്തരിക മനുഷ്യൻ ബലം പ്രാപിക്കുന്നതിൻ്റെ ഒരു തെളിവാണ് മറ്റുള്ളവർ നമ്മൾ ഉപദ്രവിച്ചാലും we don't feel it as if we are not hurted. മറ്റുള്ളവർ നമ്മൾ ഹർട്ട് ചെയ്യും, പക്ഷെ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അതാണ് ഈ ആന്തരിക മനുഷ്യൻ ബലം പ്രാപിച്ചാലുണ്ടാകുന്ന ഒരു റിയാക്ഷൻ ആൻഡ് റെസ്പോൺസ് എന്ന് പറയുന്നത്. ജഡിക മനുഷ്യനാണെങ്കിൽ നമ്മളെ തന്തയ്ക്ക് വിളിച്ചാൽ നമ്മളും തന്തയ്ക്ക് വിളിക്കും. അത് അവനെ തല്ലിയവനെ നമ്മളെ തല്ലിയ തിരക്കി പിടിച്ച് നമ്മൾ പോകും, അല്ലെങ്കിൽ പക സൂക്ഷിച്ച് വെക്കും. അപ്പം ജഡിക മനുഷ്യനാണ് ശരിക്കും പറഞ്ഞാൽ. ഇതങ്ങനെയല്ല, നമുക്കങ്ങനെ തോന്നത്തില്ല. പോട്ടെ എന്ന് പറയും. ഇപ്പം ഈശോ തന്നെ, ഇപ്പം ഉദാഹരണത്തിന് സർപ്പങ്ങളുടെയും തേളുകളുടെയും ചവിട്ടി നടന്ന ഒരാളാണ് ഈശോ. ഇവിടെ സർപ്പം ആരായിരുന്നു? സർപ്പം എന്ന് പറയുന്നത് യൂദാസ് സർപ്പമല്ലായിരുന്നു. കർത്താവ് എന്താ പറഞ്ഞത്? ഞാൻ നിങ്ങളെ ഈ സർപ്പം വാ പൊളിക്കണത് ഇര തേടാനും ആൾക്കാരെ കൊത്താനും അല്ലേ? അത് തന്നെയല്ലേ യൂദാസ് ചെയ്ത്. അയാളുടെ ആക്ഷനിൽ അയാൾക്ക് പൈസയും കിട്ടി, ഈശോനെ കൊല്ലുകയും ചെയ്തു. അവിടെ സർപ്പമാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ ആ സർപ്പം കൊത്തുമ്പോഴും ഈശോ എന്താ വിളിക്കണത്? അയാളെ ചവിട്ടി നടക്കണ അയാളുടെ പുറത്തു കൂടി ഈശോ എന്താണ്? സ്നേഹിത എന്നാ വിളിക്കണത്. അതാണ് രസം. ഇതാണ് ആന്തരിക മനുഷ്യൻ, ബലം പ്രാപിച്ച ആന്തരിക മനുഷ്യൻ എന്ന് പറയുന്നത്.